ഹായ് ഫ്രണ്ട്സ്, എന്തെല്ലാണ് എല്ലാവരും എന്നെ കണ്ടിട്ട് കുറച്ചായി അല്ലേ? അത് നിങ്ങളെ ഞാൻ മറന്നുപോയതൊന്നുമല്ല കേട്ടോ. ഇവിടെ എന്തെല്ലോ ചെറിയ തിരക്കുകളും പിന്നെ ചെറിയ ചെറിയ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. ഇതെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ പുതിയൊരു എയർ ഫ്രയർ വാങ്ങി. അപ്പം പുതിയ അതിഥി വന്നു, നമ്മൾ എയർ ഫ്രയർ. അന്നേരം നമ്മൾ വിചാരിച്ച് ഈ എയർ ഫ്രയറിൽ നമുക്ക് കുറച്ച് ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബീഫ് ഫ്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് എയർ ഫ്രയറെല്ലാം ഓണാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ വന്നപ്പോഴേ ഏട്ടൻ പറയുന്നുണ്ട് എയർ ഫ്രയർ വാങ്ങണം. നമ്മളെടുത്ത് ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ അത് നമ്മൾ നാട്ടിലെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പം അവിടെ അമ്മക്ക് കൊടുത്തു. അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ ഒന്ന് വാങ്ങാമെന്ന്. അങ്ങനെ വാങ്ങിയതാണ്. ഇത് നല്ല അടിപൊളി ടച്ച് സ്ക്രീനെല്ലാം ആയിട്ട് അടിപൊളിയാണ്. പിന്നെ ഇനെൽസ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെയാണ് ഇതാ ഇനെൽസ. എന്നിട്ട് നമ്മൾ ഇതിൽ ഫുഡ് ഇന്ന് ബീഫ് ഫ്രൈ ആണ് ആക്കാൻ പോകുന്നത്. ബീഫ് ഓൾറെഡി അവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ചില്ലി ഫ്ലേക്സും നമ്മളെ പൊതുവെയുള്ള നോർമൽ മസാലകളൊക്കെ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ എടുത്ത് അത് ചൂടാക്കിയിട്ട് അതിലാണ് ബീഫ് വെക്കുന്നത്. ബീഫെല്ലാം വെച്ചതിന് ശേഷം നമ്മൾ അതിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കും. എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൽ 200 ഡിഗ്രി സെൽഷ്യസിലേനും നമ്മൾ വെച്ചിട്ടുണ്ടായത് 24 മിനിറ്റ്. ആ 24 മിനിറ്റാണ് നമ്മൾ വെച്ചത്. പക്ഷേ അത് കുറച്ച് കൂടിപ്പോയോന്നറിയില്ല ടൈം. കാരണം നമ്മളെ ബീഫ് കുറച്ച് നല്ലപോലെ കരിഞ്ഞിട്ടൊന്നുമില്ലെങ്കിലും നല്ലപോലെ ഫ്രൈ ആയിപ്പോയി ഗൈസ്. എന്നാലും മോശമില്ലേനും അത്രയ്ക്ക് ടൈം വെക്കണ്ട തോന്നുന്നു. നമുക്ക് ടൈമൊക്കെ ഇതിൽ സെറ്റ് ചെയ്യാമല്ലോ, അത്രമാത്രം വെക്കണ്ട. ഇതിൽ പിന്നെ ഇതിൻ്റെ സ്ക്രീനിൽ തന്നെ ഉണ്ട് കേട്ടോ, ഫ്രഞ്ച് ഫ്രൈസിന് എത്ര ടൈം വെക്കണം, ചിക്കന് എത്ര ടൈം വെക്കണം എന്നൊക്കെ. അന്നേരം ബീഫിൻ്റെ എനിക്ക് തോന്നുന്നു അതിൽ പറയുന്നതാണോ ഏട്ടൻ വെച്ചതെന്ന് എനിക്കറിയില്ല. ഏട്ടനായിരുന്നു ഇത് വെച്ചിട്ടുണ്ടായത്, ഞാൻ ആ ഭാഗത്തേ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫ് ഫ്രൈ ഇതാ നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയെല്ലാം ഇട്ടിട്ട് എന്താ പറയുക, ചൂടാക്കാനല്ല, കുക്ക് ചെയ്യാൻ വെക്കുവാണ്. അതിന് മുന്നേ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇതാ വെച്ചിട്ടുണ്ട്. ഇതിൽ കണ്ടു 200 ഡിഗ്രി സെൽഷ്യസ് 24 മിനിറ്റുമാണ് ഇതിൽ കാണിച്ചത്. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഇത്രയ്ക്ക് വേണ്ട, ഇതിലും കൂടി കുറച്ച് കുറക്കാം. കണ്ടോ, നമ്മളാക്കുന്ന സാധനത്തിൻ്റെ പിക്ചറൊക്കെ അവിടെ വരും. ചെറിയ ചെറിയ പീസായതുകൊണ്ടായിരിക്കാം അത്രയ്ക്ക് നല്ലോണം ഫ്രൈ ആയി പോയിട്ടുണ്ടാവുക. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് എടുത്തിട്ടൊന്ന് മറിച്ചിട്ട് കൊടുത്തിന് കേട്ടോ ടൈം. എന്നിട്ട് എന്നാൽ നല്ലപോലെ ഫ്രൈ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളെ ബീഫ് ഫ്രൈ എല്ലാം റെഡിയായി. അപ്പോൾ ഇങ്ങനെ ഒരു ഇതാണ്ടതിന് നല്ലപോലെ ഫ്രൈ ആയിന്. എനിക്കിത്ര ഫ്രൈ ഇഷ്ടമല്ല, ഏട്ടന് നല്ല ഫ്രൈ ആണ് ഇഷ്ടം. എന്നിട്ട് അങ്ങനെ നമ്മൾ ബീഫ് ഫ്രൈ തിന്നാൻ പോവുകയാണ്. അപ്പോൾ അത്രയും സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്.